ഇനി വബിൽ വാലിദൈനി ഇഹ്സാന എന്ന് പറഞ്ഞെടുത്ത് ഒറ്റ ഭാഗവും കൂടെ നേരത്തെ ഞാൻ പറഞ്ഞു. മാതാപിതാക്കൾ ഒരിക്കലും ഒരു കാരണവശാലും അവർ അനിസ്ലാമികമായി വല്ലതും ചെയ്യണമെന്ന് പറഞ്ഞാൽ അതനുസരിക്കാൻ പാടില്ല. ഞാൻ ഖത്തറിലൊരിക്കൽ ഒരു പരിപാടിക്ക് പോയപ്പം അവിടെ ഒരു സഹോദരൻ അന്ന് ഞാൻ പ്രസംഗിച്ച വിഷയത്തിൽ മനം നൊന്ത് രാത്രി എനിക്ക് വിളിക്കുന്നു, പൊട്ടിക്കരഞ്ഞ്. അയാൾ പറഞ്ഞു, ഉസ്താദെ നിങ്ങളെ പ്രസംഗം കേട്ട് ആ ഓഡിറ്റോറിയത്തിൽ ഇത്രാമത്തെ ലൈനിൽ ഞാനുണ്ടായിരുന്നു. ഞാൻ ആ പ്രസംഗം കഴിയോളം കരയായിരുന്നു. മാതാപിതാക്കളെ വെറുപ്പിച്ചവൻ ലൈലത്തുൽ ഖദറിന്റെ അന്ന് അസ്തമയം മുതൽ പിറ്റേന്നത്തെ ഫജ്ർ വരെ സുജൂദിൽ കിടന്നാലും അള്ളാഹു അവന് പുറത്തു കൊടുക്കൂല എന്നൊരു പ്രയോഗം പറഞ്ഞിരുന്നു ഞാൻ. മാതാപിതാക്കൾ ഇവനോട് സന്തോഷത്തിലല്ലെങ്കിൽ ലൈലത്തുൽ ഖദറിന്റെ അന്ന് 27 രാവിനോടനുബന്ധിച്ചാണ് ആ പ്രഭാഷണം. ഒരു ഇഫ്താർ മീറ്റിലാണ് പ്രസംഗിക്കുന്നത്, റമദാനിലെ അവസാനത്തെ 10. അപ്പോൾ അന്ന് അങ്ങനെ പറഞ്ഞതാണ്, മാതാപിതാക്കൾ സന്തോഷിക്കാത്ത, മാതാപിതാക്കളുടെ സന്തോഷം കിട്ടാത്ത ഒരു മകൻ ലൈലത്തുൽ ഖദറിന്റെ അന്ന്, അത് വല്ലാത്തൊരു ദിവസമാണല്ലോ, ഖൈറും മിൻ അൽഫി ഷഹർ എന്ന് പറഞ്ഞ രാത്രിയല്ലേ. അപ്പോൾ അന്ന് ആ രാത്രി മുഴുവൻ സുജൂദിൽ കിടന്നാലും അള്ളാഹു അവന് പുറത്തു കൊടുക്കൂല എന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ട് ഇയാൾ ബേജാറായതാണ്. അപ്പോൾ ഇയാൾ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ പശ്ചാത്തലം ഒന്ന് പറയാം. അന്ന് നമ്മൾ അത്ര പറഞ്ഞങ്ങ് പോവാണ്, വിശദീകരണങ്ങളൊന്നുമില്ല. പക്ഷെ ഇത് ഇയാളെ മനസ്സിലും അല്ലാതെ തട്ടി. നരകത്തിൻ്റെ ഭീകരമായ രംഗങ്ങൾ അന്ന് ഞാൻ പറഞ്ഞിരുന്നു. നരകമോചനം ചോദിച്ചു വാങ്ങാൻ പറ്റിയ രാവാണ് എന്ന് പറഞ്ഞ ആ നരകത്തിൻ്റെ ഭീകരമായ രംഗങ്ങളൊക്കെ ഇങ്ങനെ കേട്ടപ്പോൾ അയാൾ പേടിച്ച് ബേജാറായി ആകെ വിഷമിച്ചു. ഇനി എന്താ ചെയ്യാം? അങ്ങോട്ട് ശരിക്കും ഇയാൾ മനസ്സ് വേദനിച്ച് രാത്രി വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദെ എൻ്റെ വീട്ടിൽ ഞാൻ നല്ല ഒരു ദീനിയായിട്ട് വളർന്നു. എൻ്റെ വാപ്പ ദീനീ ബോധം തീരെ ഇല്ലാത്ത ആളാണ്. വാപ്പ റിട്ടയർഡ് ആവുള്ളൂ, വാപ്പക്ക് പണിയുണ്ട്. റിട്ടയർഡ് ആയാൽ പിന്നെ പണിയില്ല. അപ്പോൾ വീട്ടിൽ 24 മണിക്കൂർ, അന്നൊക്കെ ടി വി ആണ്, ഇപ്പോൾ ഇന്നത്തെ പോലെയല്ല, ടി വി ഇങ്ങനെ ഓണാക്കിയിട്ട് ഏത് സമയത്തും അതിങ്ങനെ കാണും. സിനിമ കണ്ടിട്ട് മടുക്കാത്തൊരു വാപ്പയും കാണും, ഉമ്മയും കാണും, വീട്ടിലുള്ളവരൊക്കെ കാണും. ഞാൻ എൻ്റെ ഭാര്യയെ നിയന്ത്രിച്ചു, ഞാനും ഭാര്യയും അതിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു ചുറ്റുപാട്. അങ്ങനെയാണ് എനിക്ക് മക്കളുണ്ടായത്. എനിക്ക് മക്കളുണ്ടായപ്പം വാപ്പാൻ്റെ പേരക്കുട്ടിയെ, എൻ്റെ മോനെ വാപ്പ മടിയിലിരുത്തിയിട്ടാണ് കാണുക. അപ്പം ഞാൻ ഇടപെട്ടു. ഇതുവരെ ഞാൻ നിങ്ങളോട് ഇത് മാനമര്യാദക്കൊക്കെ പറഞ്ഞു, പക്ഷെ അത് സ്വീകരിക്കാൻ തയ്യാറല്ല, ശക്തമായ ഭാഷയിൽ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ദുഷിച്ചാലും എൻ്റെ മക്കളെ നിങ്ങൾ വഷളാക്കരുത്. എൻ്റെ കുടുംബത്തെയും കൂടെ നിങ്ങൾ വഷളാക്കരുത് എന്നൊരു ദിവസം പറഞ്ഞപ്പം അല്ലാഹ് വടിയെടുത്തു, അടിച്ചു. എൻ്റെ ഭാര്യനോട് പുറത്തിറങ്ങാൻ പറഞ്ഞു, മകനെ, കുട്ടിയെ വലിച്ചു പുറത്തേക്കിട്ടു. എന്നിട്ട് പറഞ്ഞു, ഇതൊരു മുസാഫിൻ്റെ നടുക്കണ്ടം, പോടാ അവിടുന്ന്, ഈ പടി കയറാൻ പാടില്ല എന്ന് പറഞ്ഞ് അടിച്ചു ഓടിച്ചു വിട്ടു. ഞാൻ ആ പെണ്ണിൻ്റെയും കുട്ടിയുടെയും കൈ പിടിച്ച് നടന്നു. നേരെ പോയത് ടൗണിൽ ഒരു വാടക റൂം അന്വേഷിച്ച, റെൻറ്റിനൊരു റൂം എടുത്ത് അതിൽ താമസിച്ചു. എന്നോട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനൊരു 10-35 വയസ്സ് അദ്ദേഹത്തിന് പ്രായമുണ്ടാവും. പിന്നെ അദ്ദേഹം ഫോണിലാണ് സംസാരിച്ചത്. പിന്നെ അദ്ദേഹം പിറ്റേന്ന് രാവിലെ വന്നു നേരിട്ട് കാണാൻ. ആ സന്തോഷം കൊണ്ട് നേരിട്ട് കണ്ടു പറയാൻ പിന്നെ വന്നു. അപ്പോൾ എന്താ വിഷയം? ഇയാൾ ശരിക്കും പിന്നെ വാടക വീട്ടിൽ താമസിച്ചു. ഉപ്പാൻ്റെ മനസ്സലിഞ്ഞില്ല. വാടക കൊടുത്തിങ്ങനെ, അതിൻ്റെ ഇടയിൽ എനിക്കൊരു വിസ കിട്ടി, കയറി. പിന്നെ അടിക്കടി ഉയർന്നു, ജോലി കിട്ടി. ജോലിയിൽ നിന്ന് പിന്നെ ബിസിനസ്സായി. ബിസിനസ് സ്ഥാപനങ്ങൾക്ക് ബ്രാഞ്ചുകൾ വന്നു, വലിയ ഉയരങ്ങൾ വന്നു. ഞാൻ നാട്ടിൽ ഏറ്റവും കണ്ണായ ഒരു സ്ഥലം സ്വന്തമാക്കി. അവിടെ വലിയൊരു വീട് വെച്ചു. ഞാൻ പലപ്പോഴും ഉപ്പയോട് അങ്ങോട്ട് അടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ കാലയളവിൽ ഞാൻ റെന്റിന് താമസിക്കുന്ന കാലത്തൊക്കെ പലപ്പോഴും പല ഉപ്പയുടെ സുഹൃത്തുക്കൾ മുഖേനയൊക്കെ ഒന്ന് പൊരുത്തപ്പെടിപ്പിച്ചടുക്കാൻ. ആ സാധനം ഇനി ഇങ്ങോട്ട് അടുക്കണ്ട എന്ന നിലപാട്, വാപ്പയുടെ ശക്തമായ നിലപാട്.
കുടുങ്ങിപ്പോയി ഉസ്താദേ എന്ന് അദ്ദേഹം പറയാണ്. അങ്ങനെ അവസാനം അതിലൊക്കെ തോറ്റ്. പക്ഷേ മോനിങ്ങനെ വലുതായി വളർന്ന് വലുതായി വലിയ വീടൊക്കെ ആയപ്പം ഇപ്പോൾ വാപ്പ ഞാൻ അങ്ങോട്ട് ചെല്ലുകയാണെങ്കിൽ സഹകരിക്കാന്നുള്ളിടത്തുള്ളത്. വാപ്പ എൻ്റെ കൂടെ വരാൻ തയ്യാറാണ്. ഈ സുഖവും സന്തോഷവും ഒക്കെ കണ്ടപ്പം വാപ്പക്ക് ഇപ്പോൾ കുറ്റബോധമുണ്ട്, തിരിച്ചു വരണമെന്നുണ്ട്. പക്ഷേ അത്രയും എന്നെ ആട്ടിയതുകൊണ്ട്, അന്ന് എന്നെ ആട്ടി ഓടിച്ചതുകൊണ്ട് എൻ്റെ മനസ്സ് സമ്മതിച്ചാലും എൻ്റെ ഭാര്യയുടെ മക്കളുടെയൊക്കെ മനസ്സ് ഒന്നും കൂടെ കടുപ്പായതുകൊണ്ട് അവരതിന് സമ്മതിക്കുന്നില്ല. ഞാൻ എന്തു ചെയ്യണം? ഇതാണ് ഇയാളുടെ ചോദ്യം. ഇത് ചോദിക്കാനാണ് ഇയാൾ. ഞാൻ പറഞ്ഞു, നിങ്ങൾ ആദ്യം ചെയ്തത് കൃത്യമാണ്, എല്ലാം ശരിയാണ്. ഇസ്ലാമിനെതിരായിട്ട് വാപ്പനോട് സഹകരിക്കേണ്ട ഒരു കാര്യമില്ല, അതൊക്കെ ശരിയാണ്. പക്ഷേ ഇപ്പോഴത്തെ നിലപാടിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വാപ്പനോട് നന്നാവണം, ഉമ്മനോട് നന്നാവണം. എന്നല്ല, ആ ഉമ്മനും വാപ്പനെയും കൂട്ടിപ്പിടിച്ചാൽ ഒരു പക്ഷേ ഈ അവസാന കാലത്ത് വാപ്പനും ഉമ്മനും തഖ്വയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയും. ഇനി ആ വാപ്പയും ഉമ്മയും പറഞ്ഞാൽ കേൾക്കും. നിങ്ങളൊന്ന് ശ്രമിക്കണം എന്ന് പറഞ്ഞപ്പം അയാൾ ഉടനെ തന്നെ ഫോൺ ചെയ്തു, വാപ്പക്ക് ഫോൺ ചെയ്തു. സുബ്ഹാനല്ലാഹ്, അത് കഴിഞ്ഞിട്ട് ഉടനെ അയാൾ ഫോൺ ചെയ്തു എനിക്ക്. ഉസ്താദ് ഉറങ്ങിയോ? ഇല്ല, ഉറങ്ങിയിട്ടില്ല. സന്തോഷം കൊണ്ടാ ഉസ്താദെ, എൻ്റെ വീട്ടിൽ ഇന്നൊരു ബലിപെരുന്നാളാണ്. കാരണം എൻ്റെ ബാപ്പയും ഉമ്മയും പൊട്ടിക്കരഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പൊരുത്തപ്പെടിയിപ്പിച്ച് വല്ലാത്ത സന്തോഷം. മോനെ, നിന്നെയും മക്കളെ എനിക്ക് കാണണം. അങ്ങനെ ഒരു വയല് കേട്ടു, ഉസ്താദിൻ്റെ വയല് കേട്ടു. ഉസ്താദ് പറഞ്ഞതനുസരിച്ചാണ് ഞാൻ നാളെ മറ്റന്നാൾ 27-ാം രാവ് വരുമ്പോഴേക്ക് ഉമ്മയും ബാപ്പയായിട്ട് നന്നാവാൻ ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാം പൊരുത്തപ്പെട്ടു തന്നു. വലിയ സന്തോഷത്തിൽ പിറ്റേന്ന് രാവിലെ അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ, ഞാനും ഭാര്യയും മക്കളൊക്കെ ടിക്കറ്റ് എടുത്തു, ഞങ്ങൾ പോവുക നാളെ. പോയിട്ട് അവരെ കണ്ട് സന്തോഷിപ്പിച്ച് അവർക്ക് വേണ്ടതൊക്കെ കൊടുത്ത് എല്ലാ സാധനങ്ങളും കൊണ്ടുപോയി കൊടുത്ത് ഞങ്ങൾ തിരിച്ചു വരട്ടെ. അതാണ് സന്തോഷം. ഇപ്പം ഇയാൾ ആദ്യം ചെയ്തെടുത്ത ഫൗളുകളൊന്നുമില്ല. പക്ഷേ രണ്ടാമത് നമ്മൾക്കുണ്ടാവും ഒരു ആ പഴയ ആ ഒരു ദേഷ്യം കിട്ട ഇറങ്ങാത്തൊരു സ്വഭാവം. അത് വേണ്ട. ബാപ്പനോടും ഉമ്മനോടും അങ്ങനെ മസിൽ പിടിക്കരുത്. അത് നന്നാവേണ്ടി വന്നാൽ അങ്ങ് നന്നാവുക എന്നല്ല, നമ്മൾ അങ്ങോട്ട് നന്നാവേണ്ട കേസാണിത്. അപ്പൊ ഏതാവട്ടെ, അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ സാധിച്ചു എന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള വാപ്പാരുമാരും ഒക്കെ ഉണ്ടാവും. അവിടെയാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബി ശൈഅ, അല്ലേ? അലാ അൻ തുശ്രിക ബി മാ ലൈസ ലക ബിഹി ഇൽം. നിനക്ക് ബോധ്യപ്പെടാത്ത ഒരു ശക്തിയെ എന്നോട് പങ്കുചേർത്ത് ആരാധിക്കണമെന്ന് നിന്റെ വാപ്പയും ഉമ്മയും നിന്നെ നിർബന്ധിച്ചാൽ, ശിർക്ക് വെക്കണമെന്ന് നിർബന്ധിച്ചാൽ, ശരിക്കും അവിടെ വിശദീകരിക്കുന്നുണ്ട് പണ്ഡിതന്മാർ, ഷിർക്കിന് മാത്രമല്ല അത് ബാധകം, അനിസ്ലാമികമായി എന്ത് കാര്യം പറഞ്ഞാൽ, കള്ളുടിക്കണം എന്ന് പറഞ്ഞാലും ഇങ്ങനെ തന്നെയാണ്, സിനിമ കാണണം എന്ന് പറഞ്ഞാലും ഇങ്ങനെ തന്നെയാണ്, എന്തായാലും അങ്ങനെ തന്നെ. പാടില്ല എന്ന് പറഞ്ഞാൽ, ഹറാമാണ് എന്ന് പറഞ്ഞ ഒരു കാര്യം ചെയ്യണമെന്ന് വാപ്പയും ഉമ്മയും നിർബന്ധിച്ചാൽ അവിടെ ഖുർആൻ പറഞ്ഞത് ഗൗരവമുള്ള വിഷയമാണെന്ന് മാത്രം. ഫലാ തുതിഉഹുമാ, അവരെ രണ്ടാളെയും നീ അനുസരിക്കരുത്. ഉമ്മനും ബാപ്പനും നീ അനുസരിക്കരുത്. അള്ളാഹ്ക്കെതിരായിട്ട് സംസാരിച്ചാൽ അവരെ അനുസരിക്കരുത്. ഖുർആൻ സൂറത്തുൽ ലുഖ്മാൻ. ഫലാ തുതിഉഹുമാ, അപ്പോഴും വസാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫ. അതാണ് ഞാൻ അന്ന് അദ്ദേഹത്തോട് പറഞ്ഞത്. അപ്പോഴും നീ ഒരു കാര്യം ചെയ്യണം, വസാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫ. ഭൗതിക ജീവിതത്തിൽ അവരോട് നീ സഹവർത്തിത്വത്തിൽ കഴിയണം എന്ന് പറഞ്ഞാൽ, മുണ്ടില്ലെങ്കിൽ മുണ്ട് വാങ്ങിക്കൊടുക്കണം, ഭക്ഷണം ഇല്ലെങ്കിൽ ഭക്ഷണം വാങ്ങിക്കൊടുക്കണം, വീട് കേടായിട്ടുണ്ടെങ്കിൽ അത് നന്നാക്കി കൊടുക്കണം, മരുന്നില്ലെങ്കിൽ മരുന്ന് വാങ്ങിക്കൊടുക്കണം, കാശിന് ആവശ്യമുണ്ടെങ്കിൽ അത് കൊടുക്കണം. ഇതൊക്കെ ചെയ്യണം. വസാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫ. വാപ്പിയമ്മ മോശക്കാരാന്ന് പറഞ്ഞിട്ട് ഇതൊന്നും ചെയ്യാതിരിക്കരുത്. ആരെപ്പറ്റിയായി പറയുന്നത്? മുശ്രിക്കായ വാപ്പനോടും ഉമ്മനോടാ ഖുർആനാ പറഞ്ഞത്. മുശ്രിക്കായ വാപ്പനോടും ഉമ്മനോടും പോലും ഈ നിലപാടാണ് സ്വീകരിക്കേണ്ടത്. എൻ്റെ ഒരു സ്നേഹിതൻ, അദ്ദേഹം കല്യാണം കഴിച്ചു, മക്കളായി, ഇസ്ലാമിലേക്ക് വന്നു. അതിൻ്റെ ശേഷം കല്യാണം കഴിച്ചു, മക്കളായി, അദ്ദേഹം ഗൾഫിൽ പോയി, നല്ല റാഹത്തിൽ വന്നു. ഇവിടെ നമ്മുടെ തൊട്ടടുത്ത് തന്നെയുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇതുപോലെ ഒരു ദിവസം, ഉസ്താദെ ഒരു സംശയം തീർക്കാനുണ്ട്, എന്തേന്ന് വെച്ചു. അപ്പോൾ പറഞ്ഞു, എൻ്റെ കഥ നിങ്ങൾക്കറിയാലോ? അറിയാം, നല്ല പോലെ അറിയാം. ഞാനിങ്ങനെ ഇസ്ലാമിലേക്ക് വന്നതാണ്, അതെനിക്കറിയാം. എന്താ നിങ്ങൾ ചോദിക്കാൻ ഉദ്ദേശിച്ചത്? അപ്പോൾ അയാൾ പറയാണ്, ഞാൻ പാവപ്പെട്ടൊരു കുട്ടിയെ കല്യാണം കഴിച്ചു, എനിക്കതിൽ അള്ളാഹു 3-4 മക്കളെ തന്നു, വലിയ സന്തോഷമാണ് ഉസ്താദെ. പക്ഷേ
എൻ്റെ ജീവിതത്തിൽ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നൊരു ഏർപ്പാടുണ്ട്. പലപ്പോഴും എനിക്കൊരു കുറ്റബോധം, ഇത് കാരണമായിട്ട് ഞാൻ കുടുങ്ങിപ്പോവുമെന്ന്. ഞാൻ ചോദിച്ചു, എന്താ നിങ്ങൾ ചെയ്യുന്നത്? എൻ്റെ അമ്മ ഇപ്പോഴും ഹയാത്തിലുണ്ട്. എൻ്റെ അമ്മ ഇപ്പോഴും ഹയാത്തിലുണ്ട്. ഇത് പറഞ്ഞിട്ട് 2 കണ്ണിലൂടെ വെള്ളം ഇങ്ങനെ ഒലിപ്പിച്ചു അയാൾ. ആരാൻ്റെ വീട്ടിൽ നെല്ല് കുത്താൻ പോയിട്ട് അന്ന് ഞങ്ങളുടെ പരിസരത്തുള്ള മുസ്ലിങ്ങളുടെയൊക്കെ വീട്ടിൽ നെല്ല് കുത്താൻ പോയിട്ട് എന്നെയും കൂടെ കൊണ്ടുപോകും. എന്നിട്ട് അവിടെ നിന്ന് ഈ നെല്ല് കുത്തിയതിന് പകരം അല്പം അരി കൊടുക്കും, തരും. പിന്നെ അന്നത്തെ കഞ്ഞി അവിടെ നിന്ന് കിട്ടും. അപ്പോൾ ഈ നെല്ല് കുത്തുന്ന വേലക്കാരിക്ക് ആ വീട്ടുകാർ നൽകുന്ന കഞ്ഞി, അതിൽ വറ്റുണ്ടോയെന്നറിയില്ല, കഞ്ഞിവെള്ളമായിരിക്കും. എന്നിട്ട് ഇദ്ദേഹം ഇങ്ങനെ പറയാണ്, ഉസ്താദെ, ആ കഞ്ഞി, അതിലെ വെള്ളം എൻ്റെ അമ്മ കുടിക്കും. എന്നിട്ട് അതിലെ വറ്റെടുത്തിട്ട് അത് ശരിക്ക് ഞെക്കിയിട്ട് അത് എൻ്റെ വായിൽ വെച്ച് തരും, അതെനിക്ക് തരും. ഇതായിരുന്നു എൻ്റെ അമ്മ. ആ അമ്മനെ എനിക്ക് മറക്കാൻ വയ്യ. പലപ്പോഴും ഹിദായത്തിൻ്റെ വഴിയിലേക്ക് വിളിച്ചു നോക്കി, വരുന്നില്ല. ഹിദായത്തിൻ്റെ വഴിയിലേക്ക് വിളിച്ചു നോക്കി, പക്ഷെ കിട്ടുന്നില്ല. അപ്പം എൻ്റെ മനസ്സിലെ വേദന, ഞാൻ മാനുഷികമായിട്ട് എൻ്റെ മനുഷ്യപ്പറ്റ് എനിക്ക് തകരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ അമ്മനോട് വല്ലാത്ത സന്തോഷമാണ് എനിക്ക്. ഞാൻ ഗൾഫിൽ നിന്ന് വരുമ്പോൾ അമ്മക്കായിട്ടൊരു പെട്ടി കൊണ്ടുവരും. അത് അമ്മക്കുള്ള ഡ്രസ്സ്, അമ്മക്ക് വേണ്ട സാധനങ്ങൾ. ഞാൻ വന്ന് എൻ്റെ മക്കളെയും ഭാര്യനെയൊക്കെ കണ്ട് പിറ്റേന്ന് അമ്മൻ്റെ അടുത്ത് പോകും. അമ്മൻ്റെ അടുത്ത് പോയിട്ട് അമ്മനെ കണ്ടിട്ട് ഈ പെട്ടി അമ്മക്ക് സമ്മാനിക്കും. ശേഷം കാശെടുത്തിട്ട് കൊടുക്കും. അമ്മക്ക് വലിയ സന്തോഷമാണ്. അമ്മ എന്നെ കെട്ടിപ്പിടിച്ച് പിരിയും. മോനെ, നീ കുഴങ്ങൂല എന്ന് എൻ്റെ അമ്മ പറയും. ഉസ്താദേ, എൻ്റെ അമ്മ ഇപ്പോഴും ശിർക്കിലാണുള്ളത്. എൻ്റെ ഈ സഹകരണങ്ങൾ കാരണം ഞാൻ നരകത്തിൽ പോവുമോ? ഇതാണ് ഇയാളുടെ പേടി. ഞാൻ പറഞ്ഞു, ഒരിക്കലും പോകൂല, നിങ്ങൾക്ക് സ്വർഗം കിട്ടുന്ന വഴിയായത്. ഖുർആൻ പറഞ്ഞത് അങ്ങനെയാണ്, വസാഹിബുഹുമാ ഫിദ്ദുന്യാ മഅറൂഫ. ദുനിയാവിലെ കാര്യങ്ങൾ അപ്പോഴും നിങ്ങൾ അവരോട് സഹകരിക്കണം എന്നാണ് ഖുർആൻ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സന്തോഷമായി. അതാണ് ഇസ്ലാം. വസാഹിബുഹുമാ ഫിദ്ദുന്യാ മഅറൂഫ. പക്ഷെ അദ്ദേഹം നോക്ക് നിങ്ങൾ. എന്നിട്ടാ ഞാൻ കേട്ടപ്പോൾ ഇങ്ങനെ വിചാരിച്ചു, എന്ത് വാപ്പാനിമ്മാനും നോക്കിയാൽ സ്വർഗം കിട്ടും തന്നെ നമ്മളെ വാപ്പാനിമ്മാനും നോക്കാതെ നടക്കണത്. ആ നവമുസ്ലിമിൻ്റെ ബോധം എനിക്കുങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ നമ്മൾ രക്ഷപ്പെടൂലേ?